സാത്താൻ അവിടെ വലിയൊരു കെണി നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. എന്നറിയാവോ? പാപത്തിലേക്ക് നമ്മൾ വീഴിക്കാൻ വേണ്ടി അവൻ മാക്സിമം നോക്കും. ദൈവം പറഞ്ഞ കൽപ്പന മാറ്റി വെച്ചിട്ട് താൻ പറയുന്ന വാക്ക് വെച്ച് കൊണ്ടുപോകാൻ അവൻ മാക്സിമം നോക്കും. നല്ല കൗതുകത്തോടെ സ്നേഹത്തോടെ വന്ന് അവൻ സംസാരിക്കും. മരുഭൂമിയിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ വന്നിട്ട് ഈ കല്ല് അപ്പമാക്കി തിന്നു, വിശക്കുന്നില്ലേ, 40 ദിവസമായില്ലേ വല്ലതും കഴിച്ചിട്ട്, പാപം ഇത് കഴിച്ചു. നല്ല കരുതലോടെ സാത്താൻ സംസാരിക്കും. പത്രോസ് വഴി ഈശോയുടെ പക്കൽ സാത്താൻ സംസാരിച്ചത്, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. എന്ത് കരുതലിൻ്റെ വാക്കാ! ഇങ്ങനെ നല്ല നയത്തിൽ നല്ലതാ. പഴം ഇത് കണ്ട തിന്ന കണ്ണുത ദൈവത്തെ പോലെ ആകും. അങ്ങനെ പറഞ്ഞപ്പോൾ ഹൗവയ്ക്ക് തോന്നുന്നു നല്ല രുചിയാ, തിന്നാൻ കൊള്ളാമല്ലോ തോന്നിപ്പോയി. അങ്ങനെ പറഞ്ഞ് സാത്താൻ നമ്മൾ വീഴിക്കും. വീണു അനുസരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവൻ കുറ്റപ്പെടുത്താൻ തുടങ്ങും. കുഴിയിൽ വീണ പന്നിക്ക് കല്ലും തടിയും മുട്ടിയും എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ പാപത്തിലേക്ക് നീ വീണു ചെയ്തു എന്ന് കണ്ടാൽ അപ്പോഴേ അവൻ കുറ്റപ്പെടുത്തുന്നു. കണ്ടില്ലേ, നിന്നെ ദൈവത്തിന് ഇഷ്ടമില്ല, നീ ദൈവത്തിനെ ഉപദ്രവിച്ചു, ദൈവം നിന്നെ ശിക്ഷിക്കും, നീ തിന്മയാണ്, പാപിയാണ്, നശിക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, കുറ്റപ്പെടുത്തൽ കയറാൻ തുടങ്ങും. കുറ്റബോധം കൊണ്ട് അവൻ അലട്ടാൻ തുടങ്ങും.